ഭൂമി മാത്രമല്ല, അറിവുകൾ കൈമാറുന്നു, സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ വൈദ്യം പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ചികിത്സ നൽകുന്നു. ഇത് ഇടൂഴി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏറ്റവും ശരിക്ക് ആ പദത്തിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചതും ജീവിക്കുന്നതും. ഇതിനെ തുടർന്ന് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളും രംഗത്തേക്ക് വന്നിരിക്കും. ഇന്നിപ്പോൾ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ഒരു നാമം തുല്യം ചേർത്തു. അത് വൈദ്യ രാജശ്രീ. ഈ വൈദ്യരാജൻ എന്നുള്ള സ്ഥാനമുള്ള ധന്വന്തരിക്ക. കാശിരാജൻ എന്നാണ് ധന്വന്തരിയുടെ പേര്. ഇന്ത്യൻ ഐക്കണോഗ്രഫിയിൽ ധന്വന്തരിക്കുള്ള നാമം കാശിരാജൻ എന്നാണ്. കാരണം ധന്വന്തരിയോട് പറയുന്നുണ്ട്, കാശിയിൽ വന്ന് കഷ്ടപ്പെടുന്ന ജനങ്ങളെ ചികിത്സിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഇന്ദ്രൻ പറയുന്നത്. അങ്ങനെയാണ് ധന്വന്തരി കാശിയിലെത്തുന്നതും കാശി രാജനായി മാറുന്നതും. ഇവിടെ ഒരു മയിൽ രാജനായിട്ടാണ് അദ്ദേഹം, അല്ലെങ്കിൽ കണ്ണൂർ രാജനായിട്ട്. കാരണം ധന്വന്തരി കൽപ്പിച്ചതാണ് ഇവിടെ വന്ന് ചികിത്സിക്കാൻ, പാവപ്പെട്ടവരെ മുഴുവൻ നോക്കാൻ. വലിയൊരു അനുഗ്രഹ അദ്ദേഹത്തിന് ഇന്നിവിടെ സമർപ്പിച്ചത്. ഈ ഉത്തരകേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ദാരുശില്പ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായ ഒരു സ്ഥലമാണ് പരിയാരം എന്ന് പറയുന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ അവിടത്തേക്കുള്ള ശില്പി പരമ്പരകളെ പുറത്തു നിന്ന് കൊണ്ടുവന്ന് കുടിയിരുത്തിയതാണ്. ഇന്ന് പരിയാരത്ത് ജീവിക്കുന്ന വിഖ്യാതനായ ശില്പി ശ്രീ പവിത്രൻ, അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം, അദ്ദേഹം ചെയ്ത ശില്പം ധന്വന്തരി ശില്പം, ചതുർബാഹുവായ ധന്വന്തരി ശില്പം, അത് പ്രമാണപ്രകാരം ദശതാലത്തിലുള്ള ഒരു ഒന്നാന്തര ശില്പമാണ് ഇന്നിവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ധന്വന്തരിയെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. കാരണം മറ്റൊരു ധന്വന്തരിയുടെ കയ്യിൽ, കാശിരാജനായ ധന്വന്തരിയെ ഓർത്തുകൊണ്ട് ശ്രീ വൈദ്യരും ഞാനും എൻ്റെ വീട്ടിനടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇപ്പോഴും ആ വീട് വളരെ ഭംഗിയായിട്ട് അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മറ്റൊരാളാണ്, അത്രയേ ഉള്ളൂ. ആ വീട് ഇവരുടെ ഇല്ലം കൈമാറിയതിന് ശേഷം ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ കയ്യിലെത്തി. അപ്പോഴാ വീടിൻ്റെ പേര് മാറ്റി, ഇടൂഴി എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ഇടൂഴിയായിരുന്നു. പിന്നെ PP മനസ്സിലായത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ തലശ്ശേരിയിൽ ഒരു ചെറിയ കലാപം നടന്നത് പലരും ഓർക്കും, 70കളുടെ തുടക്കത്തിൽ. അപ്പോൾ ഈ PP മനസ്സിൽ പോയി. പിന്നീടത് വീണ്ടും അരയാക്കണ്ടി മാൻഷൻ എന്നായി മാറി. അവിടെ ഇപ്പോഴും കുറേ ഡോക്ടർമാർ വരുന്നുണ്ട്. അലോപ്പതി ഡോക്ടർമാരാണെന്നേ ഉള്ളൂ. രോഗികളെ നോക്കുന്ന ഒരു കേന്ദ്രമായിട്ടത് മാറി. ആ നാലുകെട്ട് തറവാടിൻ്റെ ഒരു പാരമ്പര്യം അതായിരിക്കാം. കാരണം ഇവർ കൈമാറിയതിന് ശേഷം ദീർഘകാലം അതൊരു നേഴ്സിംഗ് ഹോമായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോഴും ഏകദേശം ഒരു വൈദ്യ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആ സ്ഥലം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നടന്നത് വലിയ മാടാവിൽ അതിൻ്റെ പേര് സീനിയർ ബേസിക് സ്കൂൾ എന്നായിരുന്നു. ഇപ്പോഴും പേര് മാറ്റി കേരള സർക്കാർ. ഒ ചന്തുമേനോൻ സ്മാരക UP സ്കൂൾ എന്നാക്കി. മലയാളത്തിലെ ലക്ഷണയുക്തമായ നോവൽ ഇന്ദുലേഖ എഴുതിയ ചന്തുമേനോൻ പഠിച്ച വിദ്യാലയം അത്. അവിടെ തന്നെയാണ് ഹാസ്യസാഹിത്യ ചക്രവർത്തി എന്ന് വിളിക്കാവുന്ന സഞ്ജയൻ്റെ ബാല്യകാല പഠനവും നടന്നത്. VK കൃഷ്ണമേനോൻ, നമ്മുടെ ആദ്യത്തെ രാജ്യരക്ഷാമന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക എഴുതിയ കപ്പന കൃഷ്ണമേനോൻ്റെ ഭാഷാ പഠനവും അവിടെയാണ്. അതേപോലെ തന്നെ ഇന്ത്യ കണ്ട പത്രാധിപ പ്രതിഭകളിൽ ഏറ്റവും വിഖ്യാതനായ ലിങ്കിൻ്റെയും പാട്രിയറ്റിൻ്റെ ഒക്കെ എഡിറ്ററായിരുന്ന ഈ എടത്തട്ട നാരായണൻ്റെ അച്ഛൻ കപ്പന കണ്ണൻ മേനോൻ അവിടെ പഠിക്കുന്നു. സഠൽ EMS ആദ്യ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ചിന്തകനായ മനുഷ്യൻ ശർമാജിയും പഠിക്കുന്നത് അവിടെയാണ്. ഇവരൊക്കെ പഠിച്ച വിദ്യാലയത്തിൽ തന്നെയാണ് ശ്രീ ഭവദാസൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ബാല്യകാല പഠനം പൂർത്തിയാക്കിയത്. സത്യത്തിൽ ആ സ്കൂളുകാർ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, ഈ പട്ടികയിൽ ഇപ്പോഴും ചേർത്തിരിക്കുന്ന പുതിയ പേര് ശ്രീ ഭവദാസൻ നമ്പൂതിരിയുടെ പേരാണ്. കാരണം
ആ വിഖ്യാതമായ വിദ്യാലയം ചന്തുമേനോൻ, സഞ്ജയൻ, VK കൃഷ്ണമേനോൻ ഇവരൊക്കെ പഠിച്ച വിദ്യാലയത്തിൽ അഭിമാനപൂർവ്വം I ഭവദാസൻ നമ്പൂതിരി എന്നുകൂടി ചേർത്തിരിക്കുന്നു. കാരണം അതൊരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ ശേഷി താൻ പഠിച്ച വിദ്യാലയം, ആ വിദ്യാലയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ഒരു കാലത്ത് തീപിടിച്ചിട്ട് അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. പിന്നീട് പുതിയ സ്ഥലത്ത് വന്നപ്പോഴാണ് ഇദ്ദേഹം പഠിക്കുന്നത്. ആ വിദ്യാലയത്തിന് സ്ഥലം ദാനം ചെയ്തത് സഞ്ജയൻ്റെ അച്ഛൻ്റെ സഹോദരനാണ്. ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സ്ഥലം ദാനം ചെയ്തത് 1 രൂപ മാത്രം പ്രതിഫലം വാങ്ങിയിട്ടാണ്. കാരണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു വില കൊടുക്കണം. അതുകൊണ്ട് 1 രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഒരു വിദ്യാലയത്തിന് സ്ഥലം ദാനം ചെയ്തു. അവിടെ പഠിച്ചു. എത്രയോ സ്ഥലം ദാനം ചെയ്യുന്ന ഇടൂഴി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവനവൻ്റെ കയ്യിൽ ആവശ്യമില്ലാത്ത ഭൂമി ദാനം ചെയ്യുക സാധാരണക്കാരനാണ്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ശ്രീ ഭവദാസൻ നമ്പൂതിരി. അദ്ദേഹം കുടുംബവും ഈ നാടിനൊരു ഐശ്വര്യമായിട്ട് മാറുക. ഞാനിവിടെ ഇവരുടെ നവരാത്രി ആഘോഷങ്ങളിൽ കഴിഞ്ഞ 12 വർഷം 13 വർഷം മറ്റായി നവരാത്രി ആഘോഷം തുടങ്ങിയിട്ട്. ആദ്യം 2 ദിവസം, ഇപ്പം ദിവസങ്ങൾ കൂടി വരിക. നവരാത്രി ആഘോഷം എന്തിനാണെന്നറിയോ? നാട്ടുകാർക്കുള്ള വേദിയാണ്, സൗജന്യവേദി. എല്ലാ അവരുടെ നാട്ടുകാരുടെ മുഴുവൻ കലാപരിപാടികളും അവതരിപ്പിക്കാൻ ഒരു വേദി തുറന്നു കൊടുക്കുക, സൗജന്യമായിട്ടൊരു വേദി. അതുമാത്രമല്ല, കാണാൻ വരുന്നവർക്കൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണവും. ഈ വയറും നിറയുക, മനസ്സും നിറയുക, ഇതൊക്കെ നിറഞ്ഞുകൊണ്ട് ഇവിടെ പോവുക. അതേപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ പോകാൻ പറയുന്ന ഒരു കുടുംബം. നിങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടെ. ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യം സൗജന്യമായിട്ട് ചികിത്സയുണ്ട്. അടുത്ത ലക്ഷ്യം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മക്കൾ, സൗജന്യമായി കിടത്തി ചികിത്സിക്കാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളുടെ സ്വപ്നത്തിലുള്ളത്. സത്യത്തിൽ അതിനും കൂടി ഇടവരട്ടെ. അദ്ദേഹം ഈ സഹസ്രപൂർണിമ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു. ഇനിയും ദീർഘകാലം ഇതിനെയൊക്കെ നയിച്ചുകൊണ്ട്, ഈ നാടിനെ നയിച്ചുകൊണ്ട്, അതേപോലെ തന്നെ നാടിൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ നാടിൻ്റെ നന്മയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. 1000 സ്നേഹം സന്തോഷം രേഖപ്പെടുത്തുന്നു. ശ്രീ KK മാരാർ അവരുകളെ വേദിയിൽ ആദരിക്കുന്നതിനായി പ്രിയങ്കരനായ KH സുബ്രഹ്മണ്യം മാഷെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനായി മാരാർ സാറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സംഘാടക സമിതിയുടെ ചെയർമാൻ KH സുബ്രഹ്മണ്യം മാഷ് മാരാർ സാറിനെ വേദിയിൽ ഏറെ സ്നേഹത്തോടെ ആദര സമർപ്പണം നടത്തുന്നു. വൈദ്യ പൂർണിമയുടെ സന്തോഷം രേഖപ്പെടുത്തട്ടെ. 1000 സന്തോഷം, നന്മ. വേദിയിൽ അടുത്തതായി ഇടൂഴിയിലും ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇതം ഹോം കെയർ അന്നജം പദ്ധതികളുടെ സമർപ്പണമാണ്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറാണ് ഈ പദ്ധതിയുടെ സമർപ്പണം നടത്തുന്നത്. ഇടൂഴിയിലും ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇതം ഹോം കെയർ അന്നജം പദ്ധതികളുടെ സമർപ്പണം വേദിയിൽ നടക്കുന്നു. പ്രിയങ്കരനായ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവരുകളെ ഏറെ സ്നേഹത്തോടെ പദ്ധതികളുടെ സമർപ്പണത്തിനായി ക്ഷണിക്കുന്നു. ഇടൂഴിയിലും ആയുർവേദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇതും ഹോം കെയർ അന്നജം പദ്ധതികളുടെ സമർപ്പണം വേദിയിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവർ നിർവഹിക്കുന്നു. മയ്യിൽ പ്രദേശത്തെ സാധാരണക്കാരന് പോലും ലഭ്യമായിരുന്നു ആയുർവേദ ചികിത്സയെ പ്രായോഗികമാക്കിയ ഇടൂഴി ഇല്ലം ആയുർവേദ ചാരിറ്റബിൾ ട്രസ്റ്റ് മറ്റൊരു കർമ്മ പദ്ധതിക്ക് തുടക്കമിടുകയാണ്.
നിരാലംബരായ കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങാവാൻ തങ്ങളുടെ കർമ്മപദത്തിലെ പ്രധാന ഏടായ ഔഷധദാനം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടൂഴി ഒരുങ്ങിക്കഴിഞ്ഞു. പാവപ്പെട്ട രോഗികളെ വീട്ടിലെത്തി പരിചരിക്കാൻ ഇല്ലം ആയുർവേദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെഡിക്കൽ ടീം സജ്ജമായി കഴിഞ്ഞു. സാന്ത്വന പരിചരണ രംഗത്ത് ആയുർവേദത്തിന് നൽകാവുന്ന നിസ്തുല സേവനം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതം ഹോം കെയർ പദ്ധതി നാടിന് സമർപ്പിക്കുകയാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ആയുസ് ചെലവഴിച്ച വൈദ്യശ്രേഷ്ഠന്റെ ശതാഭിഷേക ഭാഗമായി മനുഷ്യത്വ വിളംബരമായി വിശപ്പിന്റെ നോമറിയുന്നവർക്ക് അന്നമിനെ ചേർത്തു പിടിക്കാൻ, പൊട്ടിയ വയറുകൾക്ക് സ്നേഹത്തിന്റെ ജീവാഹാരമേകാൻ അന്നജം. മയിൽ ദേശത്തിലെ ഒരാളും ഇനി ഭക്ഷണം ലഭിക്കാതെ പട്ടിണിയാകും. ഭക്ഷണത്തിനായി തുറന്നു വച്ചിരിക്കുന്നു ഇടൂഴിയുടെ സ്നേഹവാദികൾ. നന്മയാൽ സമ്പന്നമായ ഇടൂഴി വൈദ്യർ ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയുടെ ജീവിതയാത്രയിലെ ഈ സന്തോഷവേള അന്നജം പുണ്യപദ്ധതി നാടിനായി സമർപ്പിക്കുന്നു. അമൃതമായ സംഗീതത്തെ രോഗശാന്തിക്കായി നിയോഗപ്പെടുത്തിയ ഒരു മഹാസംഗീത പ്രതിഭ, അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു. ഡോക്ടർ കെ സുബ്രഹ്മണ്യം അവർകൾ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ആദരം. പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ വേദിയിൽ അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നു മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി MV അജിത. ഏറെ ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, അതുപോലെ തന്നെ ഇവിടെ മയിൽ പൗരാവലിയുടെ ആദരവേറ്റു വാങ്ങുന്ന ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരിയും പത്നിയും, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, 60 പതിറ്റാണ്ട് കാലം നമ്മുടെ മയിൽ പ്രദേശത്തെ വൈദ്യരംഗത്ത് നിസ്തുലമായ സേവനം കാഴ്ചവെച്ചുകൊണ്ട് സാംസ്കാരിക രംഗത്തും നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടൂഴി ഇല്ലം ഫൗണ്ടേഷൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഈ സമയത്ത് അവരുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ 2 ആഴ്ച കാലമായി നമ്മുടെ മയിലിനെ ഉത്സവ ആഘോഷവേളയാക്കി മാറ്റിയ ഈ സാംസ്കാരിക സമ്മേളനം എന്തുകൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒരവസരം തന്നെയാണ്. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിനും ഇനിയും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം ഈ ഒരവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. 1000 സ്നേഹം. വേദിയിൽ ശ്രീമതി MV അജിത മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ആദരം നൽകുകയാണ്. ആദരം നൽകുന്നതിനായി പ്രിയങ്കരനായ TK ഗോവിന്ദൻ മാഷ് അവറുകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് വൈദ്യപൂർണിമയുടെ ആദര സമർപ്പണത്തിനായി പ്രിയങ്കരനായ മയിലിൻ്റെ കരുത്തനായ നേതാവ് TK ഗോവിന്ദൻ മാഷെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരായിരം സ്നേഹവും സന്തോഷവും
രേഖപ്പെടുത്തട്ടെ. താങ്ക് യു സർ. ആശംസ പ്രഭാഷണത്തിനായി പ്രിയങ്കരനായ ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിൽ അവരുകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റായ ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന മയിലിൻ്റെ ഒരു പക്ഷേ ജീവൻ മാഷായി എന്ന് നമ്മൾ കരുതുന്ന ഡോക്ടർ ഭാവദാസൻ നമ്പൂതിരിയുടെ ശതാഭിഷേകത്തിൻ്റെ ആഘോഷ വേളയിലാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയുർവേദവുമായി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിന് ഈഴപിരിയാത്ത ഒരു ബന്ധമുണ്ട്. കാരണം പഴയ കാലങ്ങളിൽ വൈദ്യന്മാരുടെയും വൈദ്യശാലകളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഒരു നാടിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ച ഒരുപക്ഷെ നടന്നിരുന്നെന്ന് പറയാം. ഓരോ വൈദ്യശാലയും ജനങ്ങളുടെ കൂട്ടായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കായിക സാംസ്കാരിക ചിന്തയുടെയും പ്രഭാവ കേന്ദ്രങ്ങളും ഈറ്റില്ലങ്ങളുമായിരുന്നു. വൈദ്യശാലകളിൽ നമ്മളെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും വൈദ്യശാലകളിൽ ആ സ്വാതന്ത്ര്യ സമയ വാഞ്ച ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങളെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു തലമുറയാക്കി മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചിരുന്ന ഒരു പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു അക്കാലത്ത് വൈദ്യന്മാർ. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച പഴയകാല വൈദ്യ കുടുംബങ്ങളിലൊന്നാണ് ഇടൂഴി വൈദ്യ കുടുംബം. കണ്ണൂരിലെ ഒരു പക്ഷേ 100 വർഷങ്ങൾക്കപ്പുറം വലിയ മാധവൻ നമ്പൂതിരി അവർ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഓരോ തലമുറ കഴിയുമ്പോഴും ഉത്തരോത്തരം ഗുണപരതയിലും അതിൻ്റെ കർമ്മശേഷിയിലും വളരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാബാസാ നമ്പൂതിരി സാർ തന്നെയാണ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ വൈദ്യസപര്യ ഈ മണ്ണിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ എന്തെല്ലാമായിരുന്നു, എത്രത്തോളം മഹത്തരമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ 2 ആഴ്ചത്തെ ഈ മയിലുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആവേശത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ ശതപൗർണിക വാർഷികത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ച അവർ പ്രകടിപ്പിച്ച താല്പര്യവും അവരുടെ ജനങ്ങളുടെ അതിനുള്ള സന്തോഷവും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തെ എത്രത്തോളം ഈ നാടിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു പറയാം. ഇടൂഴി കുടുംബത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ ഇവിടെ ഉദ്ഘാടനത്തിലും അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ എല്ലാവരും സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വൈദ്യരാജശ്രീ അദ്ദേഹത്തിന് ഇന്ന് ഒരു പുതിയ ഒരു വിശേഷണം നൽകപ്പെടുകയുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ അത് ധന്വന്തരിയാണെന്ന് പറയുന്നു. ഞാനിപ്പോൾ എനിക്കതിൻ്റെ അർത്ഥം മാരാർ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ധന്വന്തരി ഇദ്ദേഹത്തിന് ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വൈദ്യന്മാർക്ക് ആയുർവേദ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ്, ബഹുമതിയായിട്ട് കൊടുക്കുന്നത് ധന്വന്തരി അവാർഡാണ്. അത് അദ്ദേഹത്തിന് മുൻപ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ ഒരുപക്ഷെ അല്ല, കേരളത്തിൽ ഈ അവാർഡ്, ധന്വന്തരി അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി വാസു നമ്പൂരി സാറാണെന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് രണ്ടാമതാണ് എനിക്കിപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൈവരിക്കാത്ത പുരസ്കാരങ്ങൾ കുറവാണ്. വാഗ്ബട അവാർഡ്, കേന്ദ്ര ഗവൺമെൻറ് ഫെലോഷിപ്പ് അവാർഡ്, അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പണ്ഡിതൻ അവാർഡ്, അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ അദ്ദേഹത്തിൻ്റെ മികവിനെ അംഗീകരിച്ചുകൊണ്ട് ഇത്രയും കാലം ധാരാളം അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഏറ്റവും മികച്ച ജനങ്ങളുടെ അംഗീകാരമാണ്, ഈ മയിലിലെ ജനങ്ങളുടെ സ്നേഹവും ആദരവുമാണ് അദ്ദേഹത്തിൻ്റെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബഹുമതി എന്ന് ഞാൻ കരുതുന്നു. എന്നെ സംബന്ധിച്ചോളം എൻ്റെ കുടുംബമായി
6-7 60 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. എൻ്റെ അച്ഛനുമായും ചെറിയച്ഛനുമായും ഞങ്ങൾ തറവാടുമായൊക്കെ അദ്ദേഹത്തിന് വളരെ പഴയ ഒരു ബന്ധമുണ്ട്. ഇന്നും ആ സ്നേഹം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. എൻ്റെ പിതൃ തുല്യനായിട്ടാണ് ഞാൻ ബാബാസാഹേബ് നമ്പൂതിരി സാറിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നതും തന്നെ ഈ സംഘടനയുടെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്കാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ബാബാസാഹേബ് നമ്പൂതിരി സാറ് ഈ AHMA എന്നൊരു സംഘടന തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ എല്ലാവിധ വളർച്ചയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു കരുതലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കേരളത്തിലെ ഈ സവിശേഷമായ സാഹചര്യത്തിൽ, അതായത് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ആയുർവേദം നേരിടുന്ന വെല്ലുവിളികളെ അതിശക്തമായ രീതിയിൽ നമുക്ക് പ്രവർത്തന മികവ് കൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന, എങ്ങനെയാണ് നമ്മൾ വളരേണ്ടതെന്ന് ഒരു പ്രസ്ഥാനത്തെ നാട്ടിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തും കേരളത്തെ ഇന്ത്യയിലും ഒട്ടാകെയും ഇന്ത്യക്ക് പുറത്തും എങ്ങനെ അതിനെ പ്രശസ്തമാക്കാനും അതിൻ്റെ പ്രവർത്തന മേഖല വിപുലമാക്കാനും എത്രപ്രകാരം അച്ചടക്കത്തോടു കൂടിയ പ്രവർത്തനം നടത്തണമെന്ന് ശരിക്കും ഇടവഴി ഇല്ലത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. അദ്ദേഹം വളരെ ദീർഘകാല ഒരു മിഷൻ തന്നെ അദ്ദേഹം ജീവിതം ഒരു മിഷൻ തന്നെയാണ്. അദ്ദേഹം ഈ ഇടവഴിയുടെ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതേപോലെ തന്നെ ഞാൻ പറയും, അദ്ദേഹം ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ഈ ആയുർവേദ രംഗത്തിന് അദ്ദേഹം കൊടുത്ത സംഭാവനകളിൽ ഏറ്റവും വലിയ സംഭാവന ഏത് തട്ടിൽ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. 2 ഡോക്ടർ ഇടൂഴി ഉണ്ണികൃഷ്ണൻ, എനിക്കറിയാം അദ്ദേഹം ഈ ബാബാസാഹേബ് സാറിൻ്റെ കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ അങ്ങേയറ്റത്തെ എത്തിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള മക്കൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റും അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത അദ്ദേഹത്തിന് 100 വർഷം 100 വയസ്സാകുമ്പോഴും ഇതുപോലെ നമുക്കിവിടെ കൂടാൻ കഴിയട്ടെ എന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന നൈപുണ്യവും അദ്ദേഹത്തിന് സകല പ്രജ്ഞയോടുകൂടിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന നൈപുണ്യത്തോടു കൂടിയും അദ്ദേഹം തൃപ്തനായി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടെ തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള ആദരവ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ അസോസിയേഷൻ്റെ AHMA ഒരു ഉപഹാരം നൽകാനായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒന്ന് വന്നാൽ ബാബാസാഹേബ് നമ്പൂതിരി സാറിന് നമുക്ക് ഒരു മൊമെൻ്റോ കൈമാറാമായിരുന്നു. ഞങ്ങളുടെ ഒരു എളിയ സമ്മാനമായിട്ടത് സ്വീകരിക്കണം. ഞങ്ങൾക്ക് തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ പ്രണാമവും അർപ്പിക്കുന്നു. 1000 സ്നേഹം, സന്തോഷം. ഈ സ്നേഹത്തിന് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിൽ ഇടൂഴി ഡോക്ടർ I. ഗൗദാചൻ നമ്പൂതിരി അവർക്കുള്ള സ്നേഹോപഹാരം വേദിയിൽ നൽകുകയാണ്. നന്ദി സാർ, ഈ സ്നേഹത്തിന് ചേർത്ത് പിടിച്ചതിന് സന്തോഷം. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഓർത്തു വയ്ക്കാം, മനസ്സിൽ കുറിച്ചിടാം. ഈ ദിനം നല്ലൊരു ഓർമ്മയ്ക്കായി സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, സ്നേഹം. വേദിയിൽ വൈദ്യപൂർണിമയുടെ സ്നേഹോപഹാരം ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിന് സംഘാടക സമിതിയുടെ വൈസ് ചെയർമാൻ ശ്രീ KK രാമചന്ദ്രൻ അവറുകൾ നൽകുകയാണ്. ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സനൽകുമാർ കുറിഞ്ഞിക്കാട്ടിൽ അവർക്ക് വൈദ്യപൂർണിമയുടെ സ്നേഹോപഹാരം സംഘാടക സമിതി വൈസ് ചെയർമാൻ ശ്രീ KK രാമചന്ദ്രൻ അവറുകൾ നൽകും.
ഒരായിരം സന്തോഷം സാർ. സ്നേഹം, നന്ദി. മറ്റൊരു ഉപഹാരം വേദിയിൽ നൽകുന്നു. സ്നേഹം, സന്തോഷം. ധന്യമാണ് ഈ മുഹൂർത്തം. ഏറെ സ്നേഹം. വൈദ്യപൂർണിമയുടെ സ്നേഹോപഹാരം വേദിയിൽ. ഒരായിരം സന്തോഷം. ശ്രേഷ്ഠാചാര സഭ കോഴിക്കോട് ആചാര്യൻ MT വിശ്വനാഥന് വേണ്ടി ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരിക്ക് ഉപഹാര സമർപ്പണം. ശ്രേഷ്ഠാചാര സഭ കോഴിക്കോട് ആചാര്യൻ MT വിശ്വനാഥന് വേണ്ടി ഒരായിരം സ്നേഹം രേഖപ്പെടുത്തട്ടെ. ഈ ചേർത്ത് പിടിക്കലിന് നന്ദി, സന്തോഷം. ആദര സമ്മേളനം. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടറും പത്മശ്രീ PR കൃഷ്ണകുമാർജിയുടെ മരുമകനുമായ ദേവിദാസ് വാര്യർക്ക് വേണ്ടി മാനേജർ ഉണ്ണികൃഷ്ണൻ വാര്യർ ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരിക്ക് പൊന്നാട അണിയിക്കുന്നു. മറ്റൊരു സ്നേഹോപഹാരം. ഈ സ്നേഹമാണ് മുന്നോട്ട് നയിക്കുന്നത്. നന്ദി സാർ. വൈദ്യ പൂർണിമയെ ചേർത്ത് പിടിച്ചതിന് ഒരായിരം സന്തോഷം. ഒരായിരം കൂപ്പുകൈ. ആദര സമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സംഘാടക സമിതി കൺവീനർ ഡോക്ടർ K രാജഗോപാലൻ അവർകളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനരെ, നാടിനാകെ ആദര ഏറ്റുവാങ്ങുന്നൊരു സമയമാണിത്. ഈ ആദരം അർപ്പിക്കാൻ എത്തിയതും നാടിനാകെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാകുലപതി T പത്മനാഭൻ അവർകളാണ്. I ഭവദാസൻ വൈദ്യരുടെ ശതാഭിഷേക സമയത്ത് ഈ സദസ്സിനെയും നാടിനെയും അദ്ദേഹത്തെയും ആദരിച്ച ബഹുമാനരായ കഥാകാരൻ ശ്രീ T പത്മനാഭന് സംഘാടക സമിതിയുടെ പേരിൽ ഹാർദമായ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട KH സുബ്രഹ്മണ്യ മാഷ്ക്ക് ഈ പൗരാവലിയുടെയും അതുപോലെ തന്നെ സംഘാടക സമിതിയുടെയും ഔപചാരികമായ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ ധന്യമാക്കിയ സർവശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അവശതകൾക്കിടയിലും ഇവിടെ വരികയും ഈ ചടങ്ങിനെ ധന്യമാക്കുകയും ചെയ്തതിന് സംഘാടക സമിതിയുടെ അഗാധമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇടൂഴി വൈദ്യശാലയുമായി അഭേദ്യ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത ചിത്രകാരനും ചരിത്രകാരനും എല്ലാമായ എപ്പോഴും വൈദ്യശാലയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പമുണ്ടാകുന്ന ബഹുമാനപ്പെട്ട ശ്രീ KK മാരാർ അവர்களுക്കും ഈ ചടങ്ങിൻ്റെ അഗൈതവുമായ നന്ദി അറിയിക്കുകയാണ്. ഇടൂഴിയിലും ആയുർവേദ ഫൗണ്ടേഷൻ്റെ ഇദം ഹോം കെയർ അന്നജം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട
കൈതപ്പുറം അതുപോലെ തന്നെ മാരാർ ആശംസ അർപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് MV അജിത, വിഷ്ണു നമ്പൂതിരി, കുറിഞ്ഞിക്കാട്ടിൽ സനൽകുമാർ തുടങ്ങിയവർക്കും ഈ ചടങ്ങിൽ സന്നിഹിതരായി ഇതിനെ ധന്യമാക്കിയ എല്ലാ മഹത് വ്യക്തികൾക്കും പ്രത്യേകം പേരെടുത്ത് പറയാതെ അതുപോലെ തന്നെ ഈ സദസ്സിലുള്ളവർക്കും എല്ലാം ഈ ചടങ്ങിൻ്റെ പേരിൽ, ഈ സംഘാടക സമിതിയുടെ പേരിൽ ആർദ്രമായ നന്ദി അറിയിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം പേരെടുത്ത് പറയാതെ തന്നെ ഒന്നുകൂടി എല്ലാവരെയും അഗൈതവുമായ നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. പ്രിയരെ, ഒരറിയിപ്പ്. KL 13 AT 0658 എന്ന കാറ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. KL 13 AT 0658, അതുപോലെ തന്നെ 24 BH 4556F, 24 BH 4556F ഈ 2 കാറുകളും ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വേദിയിൽ ഇടൂഴി വൈദ്യർക്ക് ശ്രീമതി സുവർണ അവരുടെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈദ്യനാണ് ഭാദാസൻ നമ്പൂതിരിപ്പാട് എന്നതുകൊണ്ട് അച്ഛൻ്റെ ഒരു ഉപഹാരം, കവിതാരൂപത്തിൽ ഇരിക്കുന്ന ഒരു ഉപഹാരം ഇവിടെ സമർപ്പിക്കുകയാണ്. നമുക്കത് കൈയടിച്ച് സ്വീകരിക്കുന്നു. സുവർണ ഒരു സ്നേഹോപഹാരം ഡോക്ടർ I. ഭവദാസ് നമ്പൂതിരി അവർക്ക് നൽകുകയാണ്. കവിയരങ്ങിൽ അതിമനോഹരമായ കവിത അവതരിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് സുവർണ. 1000 സ്നേഹം രേഖപ്പെടുത്തട്ടെ. സന്തോഷം, നന്മ. വൈദ്യ പൂർണിമ. വൈദ്യ പൂർണിമയുടെ ആദര സമ്മേളനം വേദിയിൽ പൂർണ്ണമാവുകയാണ്. വേദിയിൽ ആദര സമ്മേളനം പൂർണ്ണമാകുന്നു. മലയാളത്തിൻ്റെ കഥാകൃത്ത് ശ്രീ T. പത്മനാഭൻ അവർകൾ ഭദ്രദീപം തെളിയിച്ച് ധന്യമാക്കിയ ആദര സമ്മേളനത്തിൻ്റെ വേദി പൂർണ്ണമാകുന്നു. വേദിയിൽ അടുത്തതായി ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനവും നടക്കുന്നു. വേദിയിൽ അടുത്തതായി ആയുർവേദ ഗുരു സംഗമവും ഗുരുവന്ദനവും വേദിയിൽ നടക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പ്രിയപ്പെട്ട ഡോക്ടർ വിജയൻ നങ്ങേലിൽ അഷ്ടവൈദ്യൻ, ഡോക്ടർ E.T. നീലകണ്ഠൻ മൂസ്, ഡോക്ടർ D. രാമനാഥൻ, ഡോക്ടർ CM ശ്രീകൃഷ്ണൻ, ഡോക്ടർ C. സുരേഷ് കുമാർ, ഡോക്ടർ G. ഗംഗാധരൻ, ഡോക്ടർ രമേശ് R. വാര്യർ, ഡോക്ടർ N. നാരായണൻ നമ്പൂതിരി, ഡോക്ടർ KV രാജഗോപാൽ, ഡോക്ടർ M. പ്രസാദ്, ഡോക്ടർ V. ശ്രീകുമാർ, ഡോക്ടർ PK സുദർശൻ നായർ, ഡോക്ടർ PMS രവീന്ദ്രനാഥ്, ഡോക്ടർ ശശികുമാർ നെച്ചിയിൽ, ഡോക്ടർ മാത്യൂസ് വെമ്പള്ളി, ഡോക്ടർ NV ശ്രീവത്സ്, ഡോക്ടർ NN ദേവൻ നമ്പൂതിരി, ഡോക്ടർ TS കൃഷ്ണകുമാർ, ഡോക്ടർ AB ശശിധരൻ നായർ, ഡോക്ടർ AR രാംദാസ്, എവരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ PM വാര്യർ അവർകളാണ്. മാനേജിംഗ് ട്രസ്റ്റി ആര്യവൈദ്യശാല കോട്ടക്കൽ. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഡോക്ടർ I. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകളാണ്. ഏവരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു.
വൈദ്യപൂർണിമയ്ക്ക് ആശംസകളുമായി വന്ദന സിനോഹ. വൈദ്യ പൂർണിമയ്ക്ക് ആശംസകളുമായി വന്ദന സിനോഹ. It is indeed a moment of profound honor and deep veneration to be part of this central celebration of Peria Adivotharam. Every association has embodied Darwin and Swiss spirit of Ayurveda, harmoniously weaving classical wisdom with deep rooted compassion. His exemplary contribution honored by distinguished recognition such as National Olympic Ayurveda Award, Ayurveda Group Medal from the Rashtriya Ayurveda Committee, and the Government Award from Government of Kerala is given to the best Ayurveda. Our residents to this individual both policies and clinical practices of Ayurveda. On Rashtriya Ayurveda Committee, I extend my heartfelt congratulations and felicitation to the Ayurveda community. May his blessings and guiding light continue to inspire our collective vision to protect, promote, and progressively evolve the eternal science of life Ayurveda. I also extend my warm appreciation to organizing committee for organizing this dignified celebration and express my sincere gratitude for inviting me to be a part of the movement. Thank you very much. സ്നേഹം സന്തോഷം രേഖപ്പെടുത്തട്ടെ. വേദിയിൽ ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും ആരംഭിക്കുന്നു. പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി സംഘാടക സമിതിയുടെ കൺവീനർ ഡോക്ടർ ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകളെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും വേദിയിൽ ആരംഭിക്കുന്നു. സുദർശനം ആയുർവേദ ആശുപത്രി തിരുവല്ല ഡോക്ടർ BG ഗോകുലൻ അവർകളുടെ ഒരു ഉപഹാരം സമർപ്പിക്കുന്നത് സുരേഷ് വാളമരുതൂർ. മംഗളപത്രം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ I ഭവദാസൻ നമ്പൂതിരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മംഗളപത്രം സമർപ്പിക്കുന്നത് ഡോക്ടർ BG ഗോകുലന് വേണ്ടി സുരേഷ് വാളമരുതൂർ. സുദർശനം ആയുർവേദ ആശുപത്രി തിരുവല്ല. സ്നേഹം സന്തോഷം രേഖപ്പെടുത്തട്ടെ. വൈദ്യപൂർണിമയെ ധന്യമാക്കിയതിന് സുദർശനം ആയുർവേദ ആശുപത്രി തിരുവല്ല ഡോക്ടർ BG ഗോകുലന് വേണ്ടി സുരേഷ് വാളമരുതൂർ മംഗളപത്രം സമർപ്പിക്കുന്നു. സന്തോഷം സ്നേഹം 1000 നന്ദി. ആയുർവേദ ഗുരുസംഗമവും ഗുരുവന്ദനവും വേദിയിൽ ആരംഭിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി പ്രിയങ്കരനായ സംഘാടക സമിതിയുടെ കൺവീനർ ഡോക്ടർ ഐ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകളെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അജ്ഞാന